Hi all, in this video we are going to deal with a poem written by Simon Armitage, A Vision. അപ്പോൾ ഈ ഒരു പോം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം എ ഇംഗ്ലീഷിലെ 4th സെമസ്റ്ററിൽ വന്നിട്ടുള്ളൊരു പോമാണ്. 21st സെഞ്ച്വറി ലിറ്ററേച്ചറിലാണ് ഈ ഒരു പോം വന്നിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം സൈമൺ ആർമിറ്റേജ് എന്ന് പറയുന്ന ഓഥറിനെ കുറിച്ചൊന്ന് നോക്കാം. സോ Simon Armitage was born in 1963 in a village of Yorkshire. Then he graduated of Portsmouth University where he studied geography. അപ്പോൾ ജോഗ്രഫി ആയിരുന്നു അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നത്. പോർട്സ്മൗത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു അദ്ദേഹം ഗ്രാജുവേറ്റ് ചെയ്തത്. ദെൻ പോസ്റ്റ് ഗ്രാജുവേഷൻ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അതിൽ തീസീസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എഫക്ട്സ് ഓഫ് ടെലിവിഷൻ വയലൻസ് ഓൺ യങ് ഒഫൻഡേഴ്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്കിലായിരുന്നു അദ്ദേഹം MA തീസീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ സൈമൺ ആർമിറ്റേജ് ഈസ് ദി കറൻറ്റ് നാഷണൽ പോയറ്റ് ലോറേറ്റ്. അതായത് 2019 മുതൽ 2029 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹമാണ് കറൻ്റ്ലി പോയറ്റ് ലോറേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ദെൻ ഇൻ 1999 ആർമിറ്റേജ് വാസ് നെയിംഡ് ദി മില്ലേനിയം പോയിറ്റ്. ഇൻ 2004 ഹി വാസ് ഇലക്റ്റഡ് എ ഫെലോ ഓഫ് ദി റോയൽ സൊസൈറ്റി ഓഫ് ലിറ്ററേച്ചർ. ആർമിറ്റേജ് വാസ് awarded the CBE for service to poetry in 2010 and presented with the Hay Medal for Poetry at the 15th Hay Festival in 2012. ദെൻ അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഹിസ് ഫുൾ ലെങ്ത് കളക്ഷൻ ഓഫ് പോംസ് സൂം വാസ് പബ്ലിഷ്ഡ് ഇൻ 1989. അപ്പോൾ 1989 പബ്ലിഷ് ചെയ്തിട്ടുള്ള സൂം എന്ന് പറയുന്നൊരു പോയട്രി കളക്ഷൻ ഉണ്ട്. അത് ഭയങ്കര ഫേമസ് ആയിരുന്നു. ദെൻ അദ്ദേഹത്തിൻ്റെ മറ്റുള്ള വർക്ക്സാണ് സാനഡു, കിഡ്, ബുക്ക് ഓഫ് ദി മാച്ചസ്, ദ ഡെഡ് സീ പോംസ്, മൂൺ കൺട്രി, ദെൻ ക്ലൗഡ് കുക്കൂ ലാൻഡ്, കില്ലിംഗ് ടൈം, സെലക്റ്റഡ് പോംസ്. അത് പോയട്രി കളക്ഷൻസ് ആട്ടോ. അത് 2001 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പോയട്രി കളക്ഷൻ ആയിരുന്നു. ദെൻ ട്രാവലിംഗ് സോങ്സ്, ദ യൂണിവേഴ്സൽ ഹോം ഡോക്ടർ, അങ്ങനെ ഒരുപാട് പോയട്രീസ്. ദെൻ ടിറാനോസോറസ് റെക്സ് വേഴ്സസ് കോർഡോറി കിഡ് എന്ന് പറയുന്നൊരു വേറൊരു വർക്ക് ഉണ്ട്. അതും ഒരു പോയട്രി കളക്ഷൻ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുണ്ട് ഒരുപാട് വർക്ക്സ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദെൻ ആർമിറ്റേജ് ഹാസ് റിട്ടൺ ഫോർ ഓവർ എ ഡസൻ ഓഫ് ടെലിവിഷൻ ഫിലിംസ് ആൻഡ് വിത്ത് ഡയറക്ടർ ബ്രെയിൻ ഹിൽ. അപ്പോൾ അദ്ദേഹം ഒരുപാട് ടെലിവിഷൻ ഫിലിംസിൻ്റെ സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ നമുക്കിനി വിഷൻ എന്ന് പറയുന്ന പോയത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ലൈൻ ബൈ ലൈൻ സമ്മറി പറയുന്നില്ല, ഓവറോൾ ആയിട്ടുള്ളൊരു അതിൽ പറയുന്ന ആശയം എന്താണ്, അല്ലെങ്കിൽ അതിലുള്ള തീം എന്താണ്, ഈ ഒരു പോം കൊണ്ട് സൈമൺ ആർമിറ്റേജ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ദിസ് ഈസ് എ സ്മോൾ പോയട്രി ആൻഡ് 5 stanzas are there. Then each stanzas conclude 4 lines. പിന്നെ ചില നമ്മൾ അനാലിസിസ് ഒക്കെ വായിക്കുമ്പോൾ ചിലതിൽ പറഞ്ഞിട്ടുള്ളത് 4 stanzas എന്നാണ്. 4 സ്റ്റാൻസ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ സ്റ്റാൻസയിലും 5 ലൈൻസ് വീതം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ സൈറ്റിൽ നോക്കുമ്പോൾ നമുക്ക് 5 സ്റ്റാൻസകളായിട്ടാണ് പോംസ് കിട്ടുന്നത്. ഓക്കെ, 5 സ്റ്റാൻസയും ഓരോ സ്റ്റാൻസയിലും 4 ലൈൻസ് വീതമുള്ള പോയട്രീസ് ആയിട്ടാണ് നമുക്ക് ഏത് സൈറ്റിൽ പോയാലും കിട്ടുന്നത്. പക്ഷെ ചില അനാലിസിസിൽ 4 സ്റ്റാൻസയും 5 ലൈൻസും എന്നാണ് പറയുന്നത്. So first of all, I'm going to read the poem. The future was a beautiful place once. Remember the full-blown balsa wood town on public display in the civic hall. The ring-bound sketches, artist impressions, blueprints of smoked grass and tubular steel, board game suburbs, modes of transportation like fairground rides or executive toys, cities like dreams cantilevered by light, and people like us at the bottle bank next to the cycle path or dog walking, overtended stripes of fuzzy felt grass, or model drivers motoring home in electric cars, or after the late show strolling the boulevard. They were the plans, all underwritten in the neat left hand or of architects, a true legible script. I pulled that future out of the north wind,
at the landfill site stamped with today's date, riding the air with other such futures, all unlived in and now fully extinct. So this is the lines of the poem. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഓവറോൾ സമ്മറിയും അതിൻ്റെ മൊത്തത്തിലുള്ളൊരു അനാലിസിസും കൂടെ നോക്കാം. In this poem, Armitage discusses or describes the ideals of a model of a city. ഒരു സിറ്റിയുടെ മോഡലിനെ കുറിച്ചാണ് അദ്ദേഹം ഈ ഒരു പോയിട്രിയിൽ പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ നിർമ്മിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ബിൽഡപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ഐഡിയൽ സിറ്റിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഒരു മോറൽ ടൗണിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഐഡിയൽ സിറ്റീനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഐഡിയൽ ടൗണിനെ കുറിച്ചുള്ള ഒരു ഇൻസ്പിറേഷൻ, അങ്ങനെ ഒന്ന് ബിൽഡപ്പ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിച്ചത് അവിടെ പബ്ലിക് സിവിക് ഹാളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു പിക്ചറിൽ നിന്നാണ്. പിന്നെ അതിൽ പറയുന്നുണ്ട് ബാൾസ വുഡ് ടൗൺ എന്ന് പറയുന്നുണ്ട്. ബാൾസ വുഡ് എന്ന് പറയുന്നത് നേറ്റീവ് അമേരിക്കയിൽ കാണപ്പെടുന്ന, എസ്പെഷ്യലി ബ്രസീലിലൊക്കെ കാണപ്പെടുന്ന ഒരു തരം ട്രീ ആണ് ഈ ബാൾസ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രീ പെട്ടെന്ന് വളർന്നു വരുന്ന അല്ലെങ്കിൽ വലിയൊരു ട്രീ ആണ് ഈ ഒരു ബാൾസ വുഡ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ബിൽഡിങ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ ബാൾസ വുഡ് യൂസ് ചെയ്യാറുണ്ട്. സോ അത്രയും നല്ലൊരു തടിയാണ്, അതായത് നമുക്ക് ആർക്കിടെക്ചറിനും അതുപോലെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു നല്ല ട്രീ ആണ് ഈ ഒരു ബാൾസ വുഡ് എന്ന് പറയുന്നത്. സോ അദ്ദേഹം പറയുന്നതാണ് ഈ ഒരു ഐഡിയൽ സിറ്റിയിൽ ബാൾസ വുഡ് യൂസ് ചെയ്യാം. അതിൽ ഫുൾ ബ്ലോൺ ബാൾസ വുഡ് എന്ന് പറയുന്നത് വിടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ബാൾസ വുഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ അദ്ദേഹം ഈ ഒരു പോയത്തിൽ പറയുന്ന ഈ സിറ്റി എന്ന് പറയുന്നത് ഒരു സിംബലാണ്. ഇറ്റ് സിംബലൈസസ് ഓർ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഫ്യൂച്ചർ വേൾഡ് അക്കോർഡിംഗ് ടു ഹിസ് വിഷ്. ദെൻ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കെട്ടിടത്തിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് എങ്ങനെയാണ്, ഗ്ലാസ് ആൻഡ് സ്മോക്ക്ഡ് വിത്ത് ഗ്ലാസ് ആൻഡ് ട്യൂബുലാർ സ്റ്റീൽ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ട്യൂബുലാർ സ്റ്റീൽ എന്ന് പറയുമ്പോൾ അതുപോലെ ഗ്ലാസ് എന്ന് പറയുമ്പോൾ അവിടെ കൊണ്ടുവരുന്ന ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ് പറയുന്നത് ദ ഇഫക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. ബിക്കോസ് ഇതൊരു 21st സെഞ്ച്വറി പോയിട്രി ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം 21st സെഞ്ച്വറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ 20th സെഞ്ച്വറി എന്ന് പറയുന്നത് തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെയും അതുപോലെ വേൾഡ് വാറിന് ശേഷം സംഭവിച്ചിട്ടുള്ള ടെക്നോളജിക്കലായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഈ ഒരു 20 ആൻഡ് 21st സെഞ്ച്വറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഐഡിയൽ സിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നതാണ് ഉട്ടോപ്പിയൻ കൾച്ചറാണ് അല്ലെങ്കിൽ ഉട്ടോപ്പിയൻ സിറ്റിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് ഉട്ടോപ്പിയൻ കൾച്ചർ എന്നുള്ളത്. ഉട്ടോപ്പിയൻ സിറ്റി മീൻസ് എ മോഡൽ ഓഫ് സിറ്റി ഇൻ വിച്ച് എവറിത്തിങ് ഈസ് പെർഫെക്റ്റ് ആൻഡ് ഐഡിയലിസ്റ്റിക് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ മാവേലി നാടുവാണിയിടും കാലം എന്ന് പറയുന്നൊരു കവിത പഠിച്ചിട്ടുണ്ടാവും. കള്ളമില്ല, ചതിയില്ല, എല്ലാം പോസിറ്റീവ്നെസ് മാത്രമേ ഉള്ളൂ. ഒരു ക്രിമിനാലിറ്റിയും അല്ലെങ്കിൽ ഒരു തെറ്റുകുറ്റങ്ങളും അല്ലെങ്കിൽ കള്ളവും ചതിയൊന്നും ഇല്ലാത്തൊരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മോറലിസ്റ്റിക് ആയിട്ടുള്ളൊരു സിറ്റീനെയാണ് നമ്മൾ ഉട്ടോപ്പിയൻ സിറ്റി എന്ന് പറയുന്നത്. അവിടെ ആളുകൾ ഒന്നിനോടും ഹാംഫുൾ ആയിരിക്കില്ല. അവിടെ എല്ലാ ആളുകളും എന്തായിരിക്കും, ഭയങ്കര പോസിറ്റീവായിരിക്കും, ഭയങ്കര കൈൻഡ് ആയിരിക്കും. അവിടെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. പക്ഷേ 21st സെഞ്ച്വറിയിലെ ഒരു ഉട്ടോപ്പിയൻ സിറ്റീനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആവില്ല, പക്ഷേ അതിൻ്റെ ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ അങ്ങനെ കെട്ടിപ്പൊക്കുന്ന സിറ്റി എന്തായിരിക്കും, ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ. എക്സ്റ്റേണലി ഇറ്റ് വിൽ ബി വെരി ബ്യൂട്ടിഫുൾ. പക്ഷേ അവിടെ ഒരു എന്തായിരിക്കും, ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒരു ഫീൽ അവിടെ ഉണ്ടായിരിക്കും. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു വിധത്തിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിലും അതൊരുപാട് നെഗറ്റീവ് വശങ്ങൾ കൂടി അതിനുണ്ട്. ദെൻ ഇനി ആ ഐഡിയലിസ്റ്റിക് സിറ്റിയിൽ എന്തൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു സിറ്റി എന്നതിനെക്കുറിച്ചാണ് സൈമൺ ആർമിറ്റേജ് ഡിസ്കസ് ചെയ്യുന്നത്. ആ കെട്ടിടത്തിൻ്റെ ബ്ലൂ പ്രിൻറ്റ്സ് എന്തായിരിക്കും, സ്മോക്ക് ഗ്ലാസ് ആൻഡ് ട്യൂബുലാർ സ്റ്റീലായിരിക്കും. ഓക്കെ, ട്യൂബുലാർ സ്റ്റീൽ എന്ന് പറയുമ്പോൾ പൊള്ളയായിട്ടുള്ളൊരു വാക്വം പോലെയായിരിക്കും. വാക്വം മീൻസ് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു പൊള്ള മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് സ്റ്റീലാവുമ്പോൾ കുറച്ചും കൂടി ഗ്ലൈസിങ് ആയിരിക്കും അല്ലേ, ഭയങ്കര ഭംഗിയായിരിക്കും. സ്റ്റീലിൻ്റെ പാത്രങ്ങളും അതുപോലെ സ്റ്റീലിൻ്റെ ബാക്കിയുള്ള ക്രാഫ്റ്റ് ആയാലും മറ്റുള്ള എന്ത് ശില്പങ്ങളായാലും അതിന് ഭയങ്കര ഗ്ലൈസിങ് ആയിരിക്കും, കണ്ണാടി പോലെ നല്ല ഭംഗിയുള്ളതായിരിക്കും. ദെൻ പിന്നെ പറയുന്നത് ബോർഡ് ഗെയിം സബർബ്സ്, മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ലൈക്ക് ഫെയർ ഗ്രൗണ്ട് റൈഡ്സ് ഓർ എക്സിക്യൂട്ടീവ് ടോയ്സ്. ദെൻ സിറ്റീസ് ലൈക്ക് ഡ്രീംസ് ക്യാൻ ഡെലിവേർഡ് ബൈ ലൈറ്റ്. ദെൻ ആ സിറ്റിയിലുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്,
ഫെയർ ഗ്രൗണ്ട് റൈഡ്സ്, മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗതാഗതം. ഇറ്റ് വിൽ ബി ലൈക്ക് റൈഡ്സ് ഓർ എക്സിക്യൂട്ടീവ് ടോയ്സ്. ഫെയർ ഗ്രൗണ്ട് റൈഡ്സ് ഓർ എക്സിക്യൂട്ടീവ് ടോയ്സ് എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കറിയാം ഈ ടോയ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫെയർ ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഫാൻറ്റസിക്കാണ്. ഓക്കെ, ഭയങ്കര ഭംഗിയായിരിക്കും അത് കാണാൻ. അതുപോലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും ഈ ടോയ്സ് വെച്ച് നമ്മൾ കളിക്കുമ്പോഴും അതുപോലെ ഈ ഫെയർ ഗ്രൗണ്ട്സ് എന്നൊക്കെ പറയുന്നത്. അതേപോലെ ഫെയർ ഗ്രൗണ്ട് റൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർക്കുകൾ ഉണ്ടാവില്ലേ? ഇപ്പം നമ്മൾ ഈ ലണ്ടനിലൊക്കെ വലിയ യന്ത്രൂഞ്ഞാൽ കണ്ടിട്ടുണ്ട്. അതുപോലെ ചൈനയിലൊക്കെ ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള പാർക്കുകൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അത് ഞാൻ എന്താണെന്നുള്ളത് യൂട്യൂബിൽ സ്ക്രീനിൽ കാണിക്കാം. സോ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവിടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ടോയ്സ് വെച്ച് കളിക്കുമ്പോൾ നമുക്കറിയാം കുട്ടികൾ ടോയ്സ് എങ്ങനെ യൂസ് ചെയ്യാം. ചില തീവണ്ടിയൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ അവരുടെ കയ്യിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള വെഹിക്കിൾസൊക്കെ ഉണ്ടായിരിക്കും അല്ലേ കുട്ടികളുടെ കയ്യിൽ. സോ അതേപോലെ കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ടോയ്സ് പോലെ ഭയങ്കര കളർഫുൾ ആയിരിക്കും അവിടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ. എങ്ങനെ? ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയൽ സിറ്റിയിലെ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ സിറ്റീസ് എങ്ങനെയായിരിക്കും? ഡ്രീംസ് പോലെയാണ്. ഡ്രീംസ് എപ്പോഴും ഫാൻറ്റസിക്കാണ് അല്ലേ? നടക്കുകയോ അല്ലെങ്കിൽ നടക്കാതിരിക്കുകയോ ആയിക്കോട്ടെ, പക്ഷേ സ്വപ്നങ്ങൾ എപ്പോഴും ഭയങ്കര ഫാൻറ്റസിക്കായിരിക്കും. കാണാൻ എല്ലാവർക്കും സ്വപ്നം കാണാൻ ഇഷ്ടമാണ്. അതെന്തുകൊണ്ടാണ്? അത് ചില കാര്യങ്ങൾ ഒരിക്കലും നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ റിയലായിട്ട് നടക്കാത്ത പല കാര്യങ്ങളും നമ്മൾ സ്വപ്നത്തിൽ കാണാറുണ്ട്. സോ ഡ്രീം ലൈക്ക് ആയിരിക്കും ഇങ്ങനെയുള്ള സ്വപ്നതുല്യമായിരിക്കും ഇങ്ങനെയുള്ള സിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ കാൻറ്റിലിവേർഡ് ബൈ ലൈറ്റ്. കാൻറ്റിലിവേർഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ചില വീടുകളിലൊക്കെ ഇപ്പോഴത്തെ മോഡേൺ വീടുകളിലൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന തൂണുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഒരു ബീം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിലൊക്കെ എന്താണ് ചെറിയ ചെറിയ LED ലൈറ്റ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് ഈ കാൻറ്റിലിവേർഡ് ബൈ ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ഈ ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനിലുള്ളൊരു സിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ഭയങ്കര കളർഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അവിടെയുള്ള ആളുകൾ എങ്ങനെയായിരിക്കും? ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് പിന്നെ നെക്സ്റ്റ് ലൈൻസിൽ പറയുന്നത്. ആൻഡ് പീപ്പിൾ ലൈക്ക് അസ് ദി ബോട്ടിൽ ബാങ്ക് നെക്സ്റ്റ് ടു ദി സൈക്കിൾ പാത്ത് ഓർ ഡോഗ് വാക്കിംഗ് ഓവർ ടെൻഡഡ് സ്ട്രൈപ്സ് ഓഫ് ഫിസി ഫെൽറ്റ് ഗ്രാസ്, മോഡൽ ഡ്രൈവേഴ്സ് മോട്ടറിംഗ് ഹോം ഇൻ ഇലക്ട്രിക് കാർസ് ഓർ ആഫ്റ്റർ ദി ലേറ്റ് ഷോ സ്ട്രോളിംഗ് ദി ബോൾവേർഡ്. പീപ്പിൾ ലൈക്ക് അസ് അറ്റ് ദി ബോട്ടിൽ ബാങ്ക്. ബോട്ടിൽ ബാങ്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ഗ്ലാസ് ബോട്ടിൽസ് ശേഖരിച്ച് റീസൈക്ലിംഗ് ചെയ്യുന്ന പ്ലേസസിനെയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ സെൻറ്റേഴ്സിനെയാണ് നമ്മൾ ബോട്ടിൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്ലഡ് ബാങ്ക് എന്താണ്? ബ്ലഡ് ശേഖരിച്ചിട്ട് സംഭരിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന ഇടങ്ങളിലാണ് നമ്മൾ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ബോട്ടിൽസ് റീസൈക്ലിംഗ് ചെയ്യുന്ന പാർട്ടുകളെയാണ് നമ്മൾ ബോട്ടിൽ ബാങ്ക് എന്ന് വിളിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ദി സൈക്കിൾ പാത്ത്. എന്തായിരിക്കും? ആ ഒരു സിറ്റിയിൽ, ഐഡിയൽ സിറ്റിയിൽ സൈക്കിൾ പാത്ത് ഉണ്ടായിരിക്കും. ദെൻ ആളുകളുടെ കൂടെ എന്തുണ്ടായിരിക്കും? ഡോഗ് ഉണ്ടായിരിക്കും അല്ലേ? ഡോഗ് വാക്കിംഗ്. ഡോഗ് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു മോഡേൺ ലൈഫിൻ്റെ ഒരു സിമ്പലാണ്, റെപ്രസെൻറ്റേഷനാണ്. ആളുകളുടെ കൂടെ ഒരു പട്ടി ഉണ്ടാവും അല്ലേ? ഒരു ഡോഗ് ഉണ്ടാവും. അപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം അവർ മോർണിംഗ് വാക്കിനൊക്കെ പോകുമ്പോൾ അവരുടെ കയ്യിൽ എന്തായിരിക്കും? ഒരു പട്ടിക്കുട്ടിയോ അല്ലെങ്കിൽ പൂച്ചയോ എന്തെങ്കിലും ഒരു പെറ്റ് അവരുടെ കയ്യിലുണ്ടായിരിക്കും. ദെൻ അവർ ഇതിലൂടെ ഫസി ഫെൽറ്റ് ഗ്രാസിലൂടെ നടക്കുക. ഫസി ഫെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രാസ്, പുൽമേടുകൾ ഉണ്ടാവില്ലേ, പുൽത്തകിടുകൾ ഉണ്ടാവില്ലേ. ഇപ്പോൾ റോഡിൻ്റെ സൈഡിലും ചില ആളുകൾ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുല്ല് പതിപ്പിച്ചിട്ടുണ്ടാവും. പാർക്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ അങ്ങനെയുള്ളൊരു പാത്തായിരിക്കും, ഒരു സൈക്കിൾ പാത്തൊക്കെ ആയിരിക്കും എവിടെ ഉണ്ടാവുക? ഇങ്ങനെ ഒരു ഐഡിയൽ സിറ്റീസിൽ ഉണ്ടാവുക. ദെൻ ഇനി ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ. ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് മേ ബി ടാക്സി ഡ്രൈവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്വയം വണ്ടി ഉപയോഗിച്ച് സ്വയം വെഹിക്കിൾ ഓടിച്ച് പോകുന്നവരായിരിക്കാം. എനിവേ ഈ ഡ്രൈവേഴ്സ് എങ്ങനെയായിരിക്കും? മോട്ടറിംഗ് ഹോം ഇൻ ഇലക്ട്രിക് കാർസ്. ഇലക്ട്രിക് കാർസിലാണ് ഇലക്ട്രിക് കാർസ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഇപ്പം നമ്മൾ എങ്ങനത്തെ വെഹിക്കിൾസാണ് യൂസ് ചെയ്യണത്? ഓക്കെ, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എന്തെങ്കിലും ഒരു ഫ്യൂവൽ ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന വാഹനങ്ങളാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ കുറച്ചും കൂടി കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വിഷനിലുള്ളൊരു ഐഡിയലിസ്റ്റിക് സിറ്റിയിൽ എങ്ങനെയായിരിക്കും വെഹിക്കിൾസ് ഉണ്ടാവാം? ഇലക്ട്രിക് കാർസ് ആയിരിക്കും. ഇലക്ട്രിക് കാർസിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് പ്രകൃതി മലിനീകരണം വല്ലാണ്ട് ഉണ്ടാവില്ല, കാരണം അത് ചാർജ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള വെഹിക്കിൾസൊക്കെ, പക്ഷേ ഒരുപാടൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി അങ്ങനെയുള്ള വെഹിക്കിൾസ് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അതെന്താവും? ലേറ്റ് ഷോ കഴിഞ്ഞിട്ട്, അത് ചിലപ്പോൾ എന്ത് ഷോ ആയിരിക്കാം? എന്തെങ്കിലും ഫെസ്റ്റിവൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ തിയേറ്ററിക്കലായിട്ടുള്ള ഷോസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും സെലിബ്രേഷൻസ് ആയിരിക്കാം. സോ അതിൻ്റെ
സെലിബ്രേഷൻസൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ ഇലക്ട്രിക് കാർസിലായിരിക്കും യാത്ര ചെയ്യുന്നത്. ദെൻ their car will strolling the boulevard എന്നാണ് കേട്ടോ ഇത് പ്രൊനൗൺസ് ചെയ്യാം. നേരത്തെ ഞാൻ മിസ്പ്രൊനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സോറി ഫോർ ദാറ്റ്. സോ ബുലവാർഡ് എന്നാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുക. ബുലവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പാതയാണ്, അതായത് ചോലമരങ്ങളുള്ള നടപ്പാത എന്നാണ് ഇതിൻ്റെ മീനിങ്. സോ അതിലൂടെ ആയിരിക്കും, ചോലമരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു നടപ്പാതയായിരിക്കും നമുക്ക് ഓർമ്മ വരിക. സോ അങ്ങനെ ഒരു ഐഡിയലിസ്റ്റിക് സിറ്റിയാണ് ഇദ്ദേഹത്തിൻ്റെ വിഷനിൽ ഉള്ളത്. ദെൻ നെക്സ്റ്റ് ലൈൻസ് നോക്കൂ. ദേ വർ ദി പ്ലാൻസ് ഓൾ അണ്ടർ റിട്ടൺ ഇൻ ദി നീറ്റ് ലെഫ്റ്റ് ഹാൻഡ് ഓർ ആർക്കിടെക്ട്സ് എ ട്രൂ ലെജിബിൾ സ്ക്രിപ്റ്റ്. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എങ്ങനെയായിരിക്കും ആ ഐഡിയൽ സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ ഐഡിയൽ സിറ്റീൻ്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു വിഷൻ നമുക്ക് തന്നിട്ട് ദെൻ ഓദർ പറയുന്നത് എങ്ങനെയാണ്, ദേവർ പ്ലാൻസ് എന്നാണ്. അതൊരു പ്ലാൻ ആയിരുന്നു, ഇങ്ങനെ ഒരു ഐഡിയൽ സിറ്റി വേണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയൽ സിറ്റി ഉണ്ടാവും എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു അത് ആർക്കിടെക്ട്സിനെ കൊണ്ട് എഴുതപ്പെട്ട അല്ലെങ്കിൽ അവർ എഴുതിയിട്ടുള്ള ഒരു ലെജിബിൾ ആയിട്ടുള്ളൊരു ട്രൂ സ്ക്രിപ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ട്രൂ ബ്ലൂ പ്രിൻ്റ് ആയിരുന്നു ഈ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഇത്തരം ആശയം എന്ന് പറയുന്നത്. The next lines, I pulled that future out of the north wind at the landfill site, stamped with today's date, riding the air with other such futures, all unlived in and now fully extinct. അതായത് ഈ ഒരു ഫ്യൂച്ചർ പ്ലാൻ, ഇദ്ദേഹത്തിൻ്റെ വിഷനിലുള്ള ഈ ഒരു ഫ്യൂച്ചർ സിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്തു, പുൾഡ് വിത്ത് നോർത്ത് വിൻഡ്, കാറ്റിൻ്റെ ഒപ്പം പറത്തി വിടുക എന്ന് പറയില്ലേ. സോ ലൈക്ക് ദാറ്റ് ഹി പുൾഡ് ദാറ്റ് ഫ്യൂച്ചർ പ്ലാൻ വിത്ത് നോർത്ത് വിൻഡ്. പിന്നെ എന്താ പറയുന്നത്, സ്റ്റാമ്പ്ഡ് വിത്ത് ടുഡേയ്സ് ഡേറ്റ് എന്ന് പറയുന്നത്. അത് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പ്രസൻ്റ്ലി എങ്ങനെയാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രസൻറ്റ് ഡേ ആയിട്ട് ആ ഫ്യൂച്ചർ പ്ലാൻസ് അദ്ദേഹം പ്രസൻറ്റ് ഡേ ആയിട്ട് സ്റ്റാമ്പ് ചെയ്തു അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തു. ദെൻ ഹി റൈഡ്സ് ദ എയർ വിത്ത് അതർ സച്ച് ഫ്യൂച്ചേഴ്സ്. അപ്പോൾ അതർ സച്ച് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഐഡിയൽ സിറ്റിയെക്കുറിച്ച് മാത്രമായിരിക്കില്ല അദ്ദേഹത്തിൻ്റെ വിഷനിലുള്ളത്, വേറെയും ഒരുപാട് ഫ്യൂച്ചറിനെ കുറിച്ച് വേറെയും ഒരുപാട് വിഷൻസ് മേ ബി അദ്ദേഹത്തിന് ഉണ്ടാവാം, ഒരുപാട് പ്ലാൻസ് അദ്ദേഹത്തിന് ഉണ്ടാവാം. സോ അതുകൊണ്ടായിരിക്കാം ഇവിടെ അതർ സച്ച് ഫ്യൂച്ചേഴ്സ് എന്നുകൂടി കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ആൻഡ് ഓൾ അൺലിവ്ഡ് ആൻഡ് നൗ ഫുള്ളി എക്സ്റ്റിങ്ക്റ്റ് എന്നാണ് പറയുന്നത്. എല്ലാം എന്തായാലും നിർജീവമായി, അൺലിവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനില്ലാത്തതായി എന്നുള്ളൊരു മീനിങ് ആണ്. ദെൻ വരുന്നത് ആൻഡ് നൗ ഫുള്ളി എക്സ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം നശിച്ചു പോയി, അല്ല എല്ലാം ഡിക്ലൈൻ ആയി എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. സോ അപ്പോൾ ലാസ്റ്റ് ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത് ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ളൊരു മോഡലാണ്. അതായത് ഒരുപാട് പ്ലാൻസ് ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഒരു ഉട്ടോപ്യൻ സിറ്റി പോലെ ഒരു ഐഡിയലിസ്റ്റിക് സിറ്റി പോലെ ഉണ്ടാക്കാനുള്ള ഒരു ബിൽഡപ്പ് ചെയ്യാനുള്ളൊരു വിഷൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അതെന്താവാണ്, ഫെയിൽ ആവുകയാണ്. ബിക്കോസ് ഈ ഒരു 21st സെഞ്ച്വറിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ ഒരുപാട് ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആയിട്ടുണ്ടെങ്കിൽ കൂടി നമ്മുടെ സൊസൈറ്റി പല കാര്യങ്ങളിലും ഇപ്പോഴും പുറകിലാണ്. ഒരിക്കലും ഈ വേൾഡിനെ നമുക്കൊരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റി ആയിട്ട് മാറ്റാൻ കഴിയില്ല. സോ പോം സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ കൂടി അവസാനിക്കുന്ന ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാഡ് ആയിട്ടുള്ളൊരു ടോണിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പട്ടിണിയും ദാരിദ്ര്യം, അതുപോലെ ഇപ്പം കാണുന്ന ഈ ഒരു പാൻഡമിക് അല്ലെങ്കിൽ ഇപ്പം കാണുന്ന ഈ ഒരു കൊറോണ വൈറസ് എന്ന് പറയുന്നത്, സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു ഐഡിയലിസ്റ്റിക് സിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിന് എതിരാണ്. അപ്പോൾ കാലം മുന്നോട്ട് പോകും തോറും അതുപോലെ ആളുകൾ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കും തോറും എന്താണ് ഇവിടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സോ അദ്ദേഹത്തിൻ്റെ വിഷനിലുള്ള ആ ഒരു ഐഡിയലിസ്റ്റിക് സിറ്റി ഒരിക്കലും പോസിബിൾ ആവില്ല എന്നുള്ളൊരു തോട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു പോയട്രി എൻഡ് ആവുന്നത്. സോ ഇതിൽ തീംസായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ എങ്ങനെ ഡിസ്കസ് ചെയ്യാം, അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരാം, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉട്ടോപ്പിയൻ കോൺസെപ്റ്റ് കൊണ്ടുവരാം. ദെൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഐഡിയലിസ്റ്റിക് സിറ്റി നമുക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റാത്തത് എന്നുള്ളതിൻ്റെ റീസൺസ് നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്നുമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ടംപററി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കി എഴുതാവുന്നതാണ്. ഇനി ഈ പോയട്രീനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ അത് പറയാം. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ഐഡിയാസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.